السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على سيدنا المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ഏറ്റവും സ്നേഹധന്യരായ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകമായി മയ്യത്ത് നിസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പറയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് കൂടെ പറഞ്ഞു പോയൊരു സഹോദരി, അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സ്വർഗീയ അനുഭൂതികളും ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ അവരല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കർമ്മ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1926 സമസ്ത രൂപീകൃതമായത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ആ സമസ്തയുടെ പ്രസക്തിയും സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാന്മാരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മസ്ജിദായിട്ടാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. അപ്പൊ അത്രമേൽ ഒരു ബന്ധം നമ്മുടെ കേരളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബികൾക്കുണ്ടായിരുന്നു. ഒരുപാട് സ്വഹാബികൾ കേരളത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. നിരവധി സ്വഹാബികളുടെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഖബറുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും കൊടുങ്ങല്ലൂരിലെത്തി ഇസ്ലാമിക പ്രബോധനം നടത്തി. അവരുടെ സ്വഭാവത്തിലും അവരുടെ സംസാരത്തിലും അവരുടെ ആത്മീയ ചിട്ടയിലുമെല്ലാം ആകൃഷ്ടരായ ഒരുപാട് നല്ല ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയുണ്ടായി. ഒരു വിശാലമായ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശാലമാക്കി പറയാതെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാന്മാരായ സ്വഹാബികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുകയും ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. പള്ളികളിലൊക്കെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചര്യ, നബി തങ്ങളുടെ ആ ഒരു പ്രവർത്തനം മാതൃകയാക്കിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ ദർസ് സംവിധാനം ആരംഭിക്കുകയുണ്ടായി. ആ മഹാന്മാർ ഇവിടെ ഒരുപാട് ഇസ്ലാമിക പ്രബോധനം നടത്തി. അങ്ങനെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞുപോയി. അതിനുശേഷം മറ്റു പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും അവർക്ക് ശേഷമുള്ള പിൻഗാമികളും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നു.
അതിൽ വളരെ പ്രധാനികളാണ് മഹാനായ മമ്പുറം തങ്ങൾ, നമ്മുടെ തൊട്ടുചാരി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഉമർ ഖാളി, ഇങ്ങനെ തുടങ്ങി പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ദൂമുമാർ. ഇവരൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വളരെയധികം ശക്തി തെളിയിച്ച ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പള്ളികൾ കേന്ദ്രീകരിച്ച് അതിലൊക്കെ ദർസ് സംവിധാനം ആരംഭിച്ച് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എത്രത്തോളം നമ്മുടെ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വരെ വിദേശ നാടുകളിൽ നിന്ന് അക്കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിതാക്കളായി എത്തിയിരുന്നു എന്ന് ചരിത്രം കാണാൻ കഴിയും. അപ്പൊ അത്രമേൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ഇസ്ലാമിനെയാണോ ഏതൊരു ദീനിനെയാണോ നമുക്ക് പഠിപ്പിച്ചത്, സ്വഹാബികൾക്ക് പഠിപ്പിച്ചത്, അതേ ദീൻ തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ദീൻ തന്നെയാണ് സ്വഹാബികൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ദീൻ, അതിൽ നിന്ന് ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ എങ്ങനെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, അത് അതുപോലെ തന്നെ കൃത്യമായി ഈ ഒരു 100 വർഷക്കാലത്തോളം ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ വളരെ ശ്രദ്ധയോടുകൂടെയും ജാഗ്രതയോടുകൂടെയും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഒരു 100 വർഷത്തോളം വളരെ സമ്പന്നമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈമാനിനോ നമ്മുടെ ആദർശങ്ങൾക്കോ യാതൊരുവിധ തകരാറുമില്ലാതെ നമ്മൾ ഇതുവരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നാളിതുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ആരുടെ മുന്നിലും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മദ്രസ സംവിധാനം എന്നുള്ളത്. 1950 കാലഘട്ടങ്ങളിലാണ് മദ്രസ സംവിധാനത്തിന്റെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് അതുമായി മുന്നോട്ടു പോകുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകൃതമായെങ്കിലും അന്നൊന്നും ഇതുപോലെയുള്ള മദ്രസ സംവിധാനങ്ങളോ വിദ്യാഭ്യാസ സമുച്ചയങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരു 10-24 കൊല്ലത്തോളം ആളുകളുടെ ഈമാൻ അത് നഷ്ടപ്പെടാതെ ഈമാനികപരമായ കാര്യങ്ങളിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തുക, ഈമാൻ ശരിയാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. ഏത് കാര്യം അങ്ങനെയാണല്ലോ, ഈമാൻ ഉണ്ടെങ്കിലാണ് മറ്റേത് കർമ്മങ്ങൾക്കും ഫലമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മുസ്ലിമീങ്ങളുടെ ഈമാനിനെ അത് അടിയുറപ്പിച്ച് നിർത്തി ആ ഈമാനിക ആവേശത്തിലൂടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രേരിപ്പിച്ചു. അതിന്റെ ഭാഗമായാണ് മദ്രസ സംവിധാനം നിലവിൽ വരുന്നത്. അതിന്റെ മുമ്പേ പള്ളിയിൽ വെച്ചുകൊണ്ട് ദർസ് സംവിധാനമുണ്ട്. പുരുഷന്മാരൊക്കെ പള്ളിയിൽ വന്നുകൊണ്ട് മതം പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള അവസരങ്ങളില്ല. ചെറിയ സഹോദരിമാർക്കും ചെറിയ വിദ്യാർത്ഥിനികൾക്കും അതിനുള്ള അവസരങ്ങളില്ല. അങ്ങനെയാണ് പിന്നീട് ഓത്തുപള്ളി സംവിധാനം ഉണ്ടാകുന്നത്. അതൊരു വ്യവസ്ഥാപിതമായ രൂപത്തിലല്ല. ഓത്തുപള്ളിയിൽ പോയ ആളുകളും പഠിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അതിനൊരു വ്യവസ്ഥാപിതമായ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു സിലബസ് തയ്യാറാക്കി അതിന് കൃത്യമായ ഉസ്താദുമാരെ നിശ്ചയിച്ചു. അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിലൂടെയാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ആ മദ്രസ സംവിധാനത്തിൽ 1 ലക്ഷത്തിലധികം വരുന്ന ഉസ്താദുമാരുണ്ട്. അതുപോലെ തന്നെ 11 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിദേശ നാടുകളിലുമായി 11,000-ൽ പരം മദ്രസകളാണ് അതിനോട് അഫിലിയേറ്റഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നത് വളരെ വിസ്മയമായ ഒരു കാര്യമാണ് സഹോദരന്മാരെ. എവിടെയും കാണാത്ത ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മദ്രസയും അതിനോട് അഫിലിയേറ്റഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മദ്രസയാണ്. 3424-ാമത്തെ മദ്രസയാണ് നമ്മുടേത്. അവിടെ മദ്രസയുടെ ബോർഡിൽ കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ഈ 11,000-ത്തോളം വരുന്ന മദ്രസയിൽ 3,424 മദ്രസയാണ് നമ്മുടേത്. അപ്പൊ ആ നിലക്ക് തന്നെ മദ്രസാ സംവിധാനങ്ങൾ വളർന്നു വലുതായി. ഈ മദ്രസാ സംവിധാനങ്ങൾ ഓരോ നാട്ടിലെയും ദീനിനോട് കൂറുള്ള സഹോദരീ സഹോദരന്മാരും നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. നാട്ടുകാരാണ് മദ്രസ നിർമ്മിച്ചത്. മദ്രസയ്ക്ക് വേണ്ടി അതിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തോടുകൂടെ പ്രത്യേകമായ സിലബസും ആ മദ്രസക്ക് ആവശ്യമായ എല്ലാവിധ ഫയലുകളും അതുപോലെ അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ചെലവുകളുണ്ട്. നാളിതുവരെ നമ്മെ പോലെയുള്ള സന്മനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് സംവിധാനങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്പം ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ലേണിംഗ് മദ്രസ എന്ന് പറഞ്ഞ് ഈ അടുത്ത് തുടക്കം കുറിച്ച ഒരു വലിയ പദ്ധതിയുണ്ട്. മദ്രസയില്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസ പഠിക്കാൻ പ്രയാസമുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഈ ലേണിംഗ് മദ്രസ എന്ന് പറഞ്ഞ് ഒരു ആപ്പിലൂടെ മദ്രസ സംവിധാനം തുടങ്ങി വെച്ചിട്ടുണ്ട്. മദ്രസ പഠിക്കാനുള്ള എവിടെ പോയാലും മദ്രസ നഷ്ടപ്പെടാതെ പരിശുദ്ധമായ ദീനിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു അവസരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്തായി ആവിഷ്കരിച്ചതാണ്. ഒരുപാട് പഠിതാക്കൾ അതിലുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്ന് 600 കുട്ടികളാണ് ഈ ലേണിംഗ് മദ്രസയിലൂടെ മദ്രസാ പഠനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ വലിയ ആളുകൾക്കും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ അവസരങ്ങളുണ്ട്. 31 രാജ്യങ്ങളിൽ നിന്ന് 1147 പഠിതാക്കളാണ് വലിയ വലിയ സഹോദരിമാരുടെ കൂട്ടത്തിൽ നിന്നും സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഈ ആപ്പ് ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സമസ്തയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഫളീല എന്ന് പറയുന്ന ഒരു കോഴ്സ്. 10ാം ക്ലാസ് കഴിയുന്ന നമ്മുടെ വിദ്യാർത്ഥിനികളെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ പെൺകുട്ടികളെ അവരെ പഠിപ്പിക്കാനുള്ള മതവും ഭൗതികവുമായി അവർക്ക് ഉന്നതി നൽകുവാനുള്ള ഒരു കോഴ്സാണ്. നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഫളീല എന്ന് പറയുന്ന കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് ഫളീല എന്ന് പറയുന്ന 3 വർഷത്തെ കോഴ്സ്. ഇതിലൂടെ നമ്മുടെ പെൺകുട്ടികൾ മതത്തെയും ഭൗതികമായ കാര്യങ്ങളും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടക്കം കുറിച്ചത് 2019 അതിന്റെ തുടക്കം കുറിച്ചത് എങ്കിലും ഇന്ന് 113 കോളേജുകൾ അതിന്റെ കീഴിൽ അഫിലിയേറ്റഡ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഒരുപാട് കോളേജുകൾ ഒരുപാട് വിദ്യാർത്ഥികളുമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അൽബിർ എന്ന് പറയുന്ന സംവിധാനം ചെറിയ നമ്മുടെ കുട്ടികളെ 5 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനം അൽബിർ എന്ന് പറയുന്നത്. കുഞ്ഞുനാളിലെ വിദ്യാർത്ഥിനികൾക്ക് പരിശുദ്ധമായ ദീനിനെ പറ്റി മനസ്സിലാക്കുവാനും ഹദീസിനെ പറ്റി മനസ്സിലാക്കുവാനും ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുവാനും ഇങ്ങനെ നിത്യജീവിതത്തിൽ വരുന്ന ദിക്റുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഒരു സംവിധാനമാണ് അൽബിർ. ആ അൽബിറിലൂടെ പഠനം നടത്തുന്ന ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരുപാട് കുട്ടികൾ എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവരുടെ വിദ്യാലയത്തിൽ നിന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ടുന്ന ദിക്ർ ചൊല്ലി ബാത്റൂമിലേക്ക് കയറുന്ന 3ഉം 4ഉം വയസ്സായ പിഞ്ചു മക്കളെ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതൊക്കെ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് ജീവിതത്തിൽ ചിട്ടയോടുകൂടെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ അദ്കാറുകളെയും ഹദീസുകളെയും ഖുർആനിന്റെ വചനങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ് അൽബിർ. ആ അൽബിർ അത് 2016 തുടക്കം കുറിച്ചത്. ഇന്ന് 450 സ്ഥാപനങ്ങൾ അതിന്റെ കീഴിലുണ്ട് എന്നാണ്. ഇങ്ങനെ ഓരോ സംവിധാനങ്ങളും. അതുപോലെ തന്നെ
ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ കേന്ദ്രീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുവാൻ വേണ്ടി അസ്മി എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ അതിനുണ്ട്. അതിന്റെ കീഴിലും ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2017 ഈ സംവിധാനം നിലവിൽ വന്നത് എങ്കിലും 354 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സമസ്തയുടെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസപരമായി, ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും വിദ്യാഭ്യാസപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അവസാനമായി സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് SNEC എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം തുടക്കം കുറിക്കുകയുണ്ടായി. അത് ഒന്നുകൂടെ വിശാലമായ പദ്ധതിയാണ്. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, അത് വിദ്യാർത്ഥിയാണെങ്കിലും വിദ്യാർത്ഥിനിയാണെങ്കിലും അവർക്കൊക്കെ പഠിക്കുവാനുള്ള, മതം പഠിക്കാൻ മാത്രമുള്ള ചോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ മതത്തിനോടുകൂടെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. വെറും ഭൗതികം മാത്രം കൂടുതലായി അതിനോടുകൂടെ മതപരമായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ അവസരങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. 2023 ഈ സംവിധാനം തുടങ്ങിയത്. 2 വർഷമായപ്പോഴേക്കും എത്രയോ പഠിതാക്കൾ അതിലുണ്ട്, എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുമായി അഫിലിയേറ്റഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സെന്റിനറി എഡ്യൂസിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റി സ്ഥാപിക്കുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം. നേരത്തെ പറഞ്ഞ SNEC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ മോഡൽ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാകുമെന്നാണ് അതിന്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു വലിയ മ്യൂസിയം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഴയകാല ചരിത്രങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 100 വർഷത്തെ അതിന്റെ ചരിത്രങ്ങളും അതിന്റെ ആധികാരികമായ രേഖകളും അതിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും ഒക്കെ ജീവചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു മ്യൂസിയം, അതും ഇതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കേരളം വിട്ട് പല സംസ്ഥാനങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെയുള്ള വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനങ്ങൾ കുറവാണ്. ഉദാഹരണത്തിന് തമിഴ്നാടിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരുപാട് മദ്രസകൾ സ്ഥാപിക്കുന്നുണ്ട്, ഒരുപാട് കോളേജുകൾ സ്ഥാപിക്കുന്നുണ്ട്. ജാമിയ കലിമ ത്വയ്യിബ എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ വാളയാറിൽ, പറങ്കിപ്പേട്ട, തിരുപ്പൂർ തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ കോളേജുകളും വലിയ മദ്രസകളും സ്ഥാപിക്കുന്നു. അതിനൊക്കെ ഒരുപാട് സഹായങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി, ഇതും ഒരുപാട് ചെലവുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിന് അനുയോജ്യമായ ഒരു കാര്യം. എല്ലാം സമൂഹത്തിന് പറ്റിയ കാര്യങ്ങളാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരെ അവരെ കൗൺസിലിംഗ് ചെയ്ത് യഥാർത്ഥമായ ആ രീതിയിലേക്ക് വഴി തെളിയിച്ച് അവരുടെ ജീവിതം ഭാസ്വരമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇങ്ങനെ ഒരുപാട് സമൂഹത്തിന് ആവശ്യമായ പദ്ധതികൾ, അതുപോലെ തന്നെ മെഡിക്കൽ കെയർ, പാലിയേറ്റീവ് സെന്റർ, ഇങ്ങനെ തുടങ്ങിയ പദ്ധതികളൊക്കെയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ രോഗികൾ, സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്തവർ, ഇവർക്കൊക്കെ ഒരു ആശാകേന്ദ്രമായി മാറുന്ന സ്ഥാപനങ്ങളും സമുച്ചയങ്ങളും വിദ്യാഭ്യാസ പദ്ധതികളുമാണ് ഈ ഒരു 100 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ പദ്ധതിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് സഹോദരന്മാരെ. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ബാക്കി വിശദമായ പഠനങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നതാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അതിനാൽ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക, ആ സഹായങ്ങൾ ചെയ്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 100ാം വാർഷിക
വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് സമാഹരണം ഒരു ആപ്പ് വഴി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന സംഭാവന അത് എത്രയാണെങ്കിലും 100 ആണെങ്കിലും 200 ആണെങ്കിലും 500 ആണെങ്കിലും അതൊക്കെ വളരെ വിലപ്പെട്ട സംഭാവനകളാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളാൽ കഴിയുന്ന സംഭാവന അതിവിടെ എന്നെയോ അല്ലെങ്കിൽ അസ്ഹരി ഉസ്താദിനെയോ നിങ്ങൾ പ്രത്യേകമായി ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾ വഴി ആ ഫണ്ട് സമാഹരണം നടന്നപ്പോൾ ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും അതിന് വളരെയധികം സംഭാവനകൾ നൽകി പിന്തുണ നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ ബിസിനസ്സുകളിലും മറ്റു ഏർപ്പാടുകളിലും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ.